ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിൽ കൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനവും പ്രഭാതവന്ദനവും ആദ്യമായിട്ട് അറിയിക്കുന്നു. ഇന്നത്തെ മോർണിംഗ് ഡിവോഷനിലേക്ക് തിരഞ്ഞെടുത്ത വേദഭാഗം ആരോഹണഗീതത്തിലെ 124 സങ്കീർത്തനം. ഇത് ആരോഹണഗീതത്തിലെ 5 സങ്കീർത്തനമാകുന്നു. 124 സങ്കീർത്തനം. ദാവീദാണ് ഈ സങ്കീർത്തനത്തിൻ്റെ കർത്താവ്. ഈ സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഇസ്രായേൽ ഇങ്ങനെ പറയട്ടെ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ. മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ. അവരുടെ കോപം നമുക്കെതിരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. നമ്മുടെ ശത്രുക്കൾ നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു. പ്രളയം പോലെയും നദി പോലെയും നമ്മുടെ പ്രാണനെ മൂടിക്കളയുമായിരുന്നു. ആർത്തിരമ്പുന്ന പ്രവാഹം നമ്മുടെ പ്രാണന് മീതെ കവിഞ്ഞൊഴുകുമായിരുന്നു. നമ്മെ അവിടെ പല്ലിന് ഇരയായി കൊടുക്കാതിരുന്ന യഹോവ വാഴ്ത്തപ്പെടട്ടെ. സങ്കീർത്തനക്കാരൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത് 6 വാക്യത്തിൽ, യഹോവ വാഴ്ത്തപ്പെടട്ടെ. യഹോവയ്ക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയാണ് സങ്കീർത്തനക്കാരൻ. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇവിടെ എന്താണ് ദൈവം ചെയ്തത്? ദൈവം ചെയ്തത് ശത്രുക്കളിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിച്ചു. ശത്രുക്കളിൽ നിന്ന് ദൈവജനത്തെ ദൈവം തന്നെ രക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ഇസ്രായേൽ എല്ലാവരും ഇങ്ങനെ പറയണം, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ. യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ നാം എന്ത് ചെയ്യുമായിരുന്നു? അല്ലേ? ചിലപ്പോഴൊക്കെ നമ്മൾ മാനുഷികമായിട്ട് പറയാറുണ്ട്, ആ മനുഷ്യൻ നമ്മുടെ അന്ന് ഇല്ലായിരുന്നെങ്കിൽ, അത് ഓർക്കാൻ കൂടി വയ്യ. ആ ബ്രദർ അല്ലെങ്കിൽ ആ സിസ്റ്റർ, ആ അങ്കിൾ അന്ന് ആ കാര്യം ചെയ്തില്ലായിരുന്നെങ്കിൽ, ഇന്നിപ്പോൾ ആലോചിക്കാൻ പോലും വയ്യ. അതിനേക്കാൾ മഹത്തരമായിട്ടാണ് ദാവീദ് പറയുന്നത്, എല്ലാവരും പറയണം, യഹോവ നമ്മുടെ പക്ഷത്ത് ഇല്ലായിരുന്നുവെങ്കിൽ ശത്രുക്കൾ നമ്മെ എന്ത് ചെയ്യാൻ? ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ ശത്രുക്കൾ നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു. ആ ഒഴുക്ക് എങ്ങനെയായിരുന്നു? പ്രളയം പോലെയും നദി പോലെ നമ്മുടെ പ്രാണനെ മൂടിക്കളയുമായിരുന്നു. അത്രത്തോളം ശത്രുക്കൾ കടന്നു വന്ന് ആക്രമിച്ചപ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയത് യഹോവയായ ദൈവമായിരുന്നു. അതുകൊണ്ട് ഇസ്രായേൽ ജനം പറയണം, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ ആർത്തിരമ്പുന്ന പ്രവാഹം നമ്മുടെ പ്രാണന് മീതെ കവിഞ്ഞൊഴുകുമായിരുന്നു. യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ ശത്രുവിൻ്റെ പല്ലിന് ഇരയായി തീരുമായിരുന്നു. അതെ, ദൈവം നമ്മെ സംരക്ഷിച്ചു, നമ്മെ സഹായിച്ചു. ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനം 54:4 പറയുന്നത് ഇങ്ങനെയാണ്: ഇതാ ദൈവം എൻ്റെ സഹായനാകുന്നു, കർത്താവ് എൻ്റെ പ്രാണനെ താങ്ങുന്നവരോടുകൂടെയുണ്ട്. ദൈവമായ കർത്താവ് നമ്മോട് കൂടെയുണ്ട്, നമ്മുടെ പക്ഷത്തുണ്ട്. 120 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു: എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളുകയും ചെയ്തു. അതുമാത്രമല്ല 118 സങ്കീർത്തനം 6 വാക്യത്തിൽ പറയുന്നത്, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം, നമ്മുടെ ശത്രുക്കളിൽ നിന്നുള്ള നമുക്ക് വിടുതൽ ലഭിക്കുന്നത് നമ്മൾ വിചാരിക്കും നമ്മുടെ മിടുക്കൊണ്ടായിരിക്കുമെന്ന്. അല്ല, യഹോവ നമ്മെ താങ്ങി, യഹോവ നമ്മെ വിടുവിച്ചു. യഹോവയായ ദൈവം നമ്മോട് കൂടെയിരുന്നു. നമ്മുടെ രക്ഷകനും നമ്മുടെ പാറയുമായിരിക്കുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ദൈവം എൻ്റെ സങ്കേതവും ബലവും, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. സങ്കീർത്തനം 27:1 പറയുന്നത്, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഉണ്ടോ? യഹോവ ആരാണ്? യഹോവയായ ദൈവം എൻ്റെ വെളിച്ചമാകുന്നു, എൻ്റെ രക്ഷയാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? ഇവിടെ ശത്രുക്കൾ എങ്ങനെ വന്നു? ശത്രുക്കൾ മുക്കിക്കൊല്ലുവാനായിട്ട് വന്നു. ശത്രുക്കൾ തങ്ങളുടെ പ്രാണനെ ഒഴുക്കിക്കളയുമായിരുന്നു. വെള്ളം പോലെ, പ്രളയം പോലെ ഒഴുക്കിക്കളയുമായിരുന്നു. നദി പോലെ നമ്മുടെ പ്രാണനെ ഒഴുക്കിക്കളയുമായിരുന്നു. വെള്ളം നമ്മെ മൂടി നമ്മുടെ പ്രാണൻ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുമായിരുന്നു. ആർത്തിരമ്പുന്ന പ്രവാഹം നമ്മുടെ പ്രാണന് മീതെ കവിഞ്ഞൊഴുകുമായിരുന്നു. നമ്മൾ ശത്രുക്കളുടെ ഇരയാകുമായിരുന്നു. നമ്മെ അവർ കടിച്ചു കീറി തിന്നുകളയുമായിരുന്നു. പക്ഷേ യഹോവ നമ്മെ രക്ഷിച്ചു. നമ്മുടെ ദൈവം നമ്മുടെ രക്ഷകനാണ്. പ്രിയപ്പെട്ടവരെ,
നമ്മുടെ ദൈവം നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മെ കഷ്ടങ്ങളിൽ നമ്മുടെ ഏറ്റവും അടുത്ത തുണയായി നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയാണ് ദാവീദ്. നമുക്കും നമ്മുടെ കർത്താവായ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണ്. 103 സങ്കീർത്തനം നമുക്ക് വളരെ പരിചയമുള്ള ഒരു സങ്കീർത്തനമാണ്. 103 സങ്കീർത്തനം. അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് എങ്ങനെയാണ്? എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ സകല ഉപകാരങ്ങൾ മറക്കരുത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ ഉപകാരങ്ങൾ അത് നമ്മൾ മറക്കുവാനായിട്ട് പാടുള്ളതല്ല. എത്രയോ അപകടങ്ങളിൽ നിന്ന് നമ്മെ ദൈവം രക്ഷിച്ചു, എത്രയോ ശത്രുക്കൾ നമ്മെ ദൈവം വിടുവിച്ചു. ഈ വല്ലാത്ത ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മെ രക്ഷിച്ചത്, നമ്മെ വിടുവിച്ചത് നമ്മുടെ സർവശക്തനായ ദൈവമായിരുന്നു. പലപ്പോഴും നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ അപകടങ്ങൾ വരാമായിരുന്നു. നമ്മൾ പറയാറുണ്ട്, മുടി നാരിഴയ്ക്കാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. അവിടെയും ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ചുവെന്ന് കാണുവാനായിട്ട് സാധിക്കും. കാരണം സങ്കീർത്തനം 56:9 പറയുന്നത്, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, നാം ദൈവത്തോട് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുമ്പോൾ, നാം ദൈവത്തെ സഹായത്തിനായി വിളിക്കുമ്പോൾ എന്താണ്? ശത്രുക്കൾ പിന്തിരിയുന്നു. ആ ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. കാരണം എന്താ? അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങൾ നമ്മെ എന്ത് ചെയ്യുന്നു? ദൈവം നമ്മെ വിടുവിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെടട്ടെ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ യഹോവ എന്നൊരു പദം. നമ്മുടെ യഹോവ നമ്മുടെ പക്ഷത്ത് ഇല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമായിരുന്നു. അപ്പം നമ്മുടെ പക്ഷത്തുള്ളത് ആരാണ്? യഹോവയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, യഹോവ എൻ്റെ രക്ഷയാകുന്നു, യഹോവ എൻ്റെ വെളിച്ചമാകുന്നു, ഞാൻ ആരെ പേടിക്കും? ശത്രുക്കൾ എത്രത്തോളം ആയിക്കൊള്ളട്ടെ, യഹോവയായ ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നാം പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നാം എന്ത് ചെയ്യണം? അവൻ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും കരയറ്റണം. അതുമാത്രമല്ല, 7-ാമത്തെ വാക്യത്തിലും 8-ാമത്തെ വാക്യത്തിലും എന്താണ് പറയുന്നത്? വേട്ടക്കാരുടെ കെണിയിൽ നിന്നും പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതിപ്പോന്നിരിക്കുന്നു, കെണി പൊട്ടി നാം രക്ഷപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിലാകുന്നു. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിലാകുന്നു. പിന്നെയും ആ കാര്യം വ്യക്തമായിട്ട് പറയുവാണ് സങ്കീർത്തനക്കാരൻ. നമ്മുടെ സഹായം എവിടെ നിന്നാണ് വരുന്നത്? ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്നാണ്. സങ്കീർത്തനങ്ങൾ 121, അത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ഒരു ആരോഹണ വിധമാണ്. അത് തുടങ്ങുന്നത് തന്നെ എന്താണ്? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ആ ദൈവം സൃഷ്ടികർത്താവായ ദൈവമാണ്. 134-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലെ 115-ാം സങ്കീർത്തനത്തിന്റെ 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പിന്നെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും, യഹോവയായ ദൈവം സകലത്തെയും സൃഷ്ടിച്ചു, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. ദൈവം ആരാണ്? നമ്മെ സഹായിക്കുന്ന, നമ്മെ വിടുവിക്കുന്ന ദൈവം ആരാണ്? നമ്മെ സൃഷ്ടിക്കുന്ന ദൈവമാണ്, സൃഷ്ടികർത്താവായ ദൈവം. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിലാവുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 121 പറഞ്ഞത്, 121, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മെ സഹായിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ അപേക്ഷകളും യാചനകളും എല്ലാം അർപ്പിക്കുക. ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവം വിളി കേട്ട് ഉത്തരമരുളുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവം ആരാണ്? സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവം, ഈ ഭൂമണ്ഡലത്തെ സൃഷ്ടിച്ചവനായ ദൈവം, ഭൂചരാചരങ്ങളെ സൃഷ്ടിച്ചവനായ ദൈവം, ജലജീവിയെയും വന്യമൃഗങ്ങളെയും നാട്ടുമൃഗങ്ങളെയും എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച ദൈവം, മരങ്ങളെയും വൃക്ഷങ്ങളെയും ചെടികളെയും ഒക്കെ സൃഷ്ടിച്ച ദൈവം, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം.
നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച ദൈവമാണ്. ആ ദൈവം നമ്മെ കാക്കും പരിപാലിക്കും. അതുകൊണ്ട് ആ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം. അതുകൊണ്ടാണ് ദാവീദ് ഇങ്ങനെ പറയുന്നത് 6-ാമത്തെ വാക്യത്തിൽ, നമ്മെ അവരുടെ പല്ലിനിരയായി കൊടുക്കാതിരുന്ന യഹോവ വാഴ്ത്തപ്പെടട്ടെ. നമുക്ക് ദൈവത്തിന് സ്തുതി സ്തോത്രം അർപ്പിക്കാം. നമ്മെ സഹായിക്കുന്ന ദൈവത്തിന് ആരാധന അർപ്പിക്കാം. കാരണം അത് നമ്മെ എല്ലാ ശത്രുവിൻ്റെ കണിയിൽ നിന്നും എല്ലാത്തിൽ നിന്നും ദൈവം എന്ത് ചെയ്തു? നമ്മെ വിടുവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് 91-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. എന്താ ചെയ്യുന്നത്? യഹോവയെക്കുറിച്ച് അവിടെ നിന്ന് എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. അവിടെ നിന്ന് നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കുന്ന ഒരു ദൈവം, സഹായിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിന് സ്തുതി സ്തോത്രം അർപ്പിക്കാം. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.